എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. ഒന്ന്, മൈഗ്രന്റ് ലേബേഴ്സിനെയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും, രണ്ട്, ഇന്നർ ലൈൻ പെർമിറ്റുകളെ കുറിച്ചിട്ടുള്ള അരുണാചൽ പ്രദേശിൽ കൊണ്ടുവന്ന ഇന്നർ ലൈൻ പെർമിറ്റുകളെ കുറിച്ചിട്ട് ഉള്ള ഹൈക്കോടതി വിധി എന്താണ് എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് രജിസ്ട്രേഷൻ ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹു ഈസ് എ മൈഗ്രന്റ് വർക്കർ? മൈഗ്രന്റ് വർക്കർ എന്ന് പറയുകഴിഞ്ഞാൽ തൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം ദേശം വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്വന്തം ദേശം വിട്ട് മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന വിഭാഗം ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് വിളിക്കുക. ഈ മൈഗ്രന്റ് വർക്കേഴ്സിന് അവിടെ ജോലി ചെയ്യുക, അവിടെ നിന്ന് ഏൺ ചെയ്യുക എന്ന രണ്ട് ഉദ്ദേശങ്ങളല്ലാതെ അവിടെ പെർമനന്റ് സെറ്റിൽമെന്റിലേക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, ലക്ഷ്യങ്ങളില്ലാത്ത ഒരു വിഭാഗം ആളുകളാണ് മൈഗ്രന്റ് വർക്കേഴ്സ്. ദാറ്റ് മീൻസ് they will be working over there and they will be returning back to their home states. അവരുടെ സ്വന്തം സ്റ്റേറ്റിലേക്ക് തിരികെ മടങ്ങി പോകുന്ന ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കും? മൈഗ്രന്റ് വർക്കേഴ്സ് വൺസ് their work got completed. അത്തരത്തിലുള്ള ഒരു സാഹചര്യം, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല ആളുകളും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളായിട്ടുള്ള അരുണാചൽ പ്രദേശ്, ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് ആളുകൾ വരാറുണ്ട്. ഈ രണ്ട് വിഭാഗം ആളുകളുടെയും ലക്ഷ്യം എന്താണ്? ജോലി എന്ന ഒരു സാധ്യതയും അതിനൊപ്പം തന്നെ അവരുടെ ഏർണിങ്സും മാത്രമാണ് അവരുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇൻഡെപ്ത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ രണ്ട് സെൻസസുകളെ കുറിച്ചിട്ടാണ് പരിശോധിക്കേണ്ടത്. 2011ലെയും 2001ലെയും സെൻസസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു വലിയ വളർച്ച ഈ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഇവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഒരു വർധനവ് നമുക്ക് കാണാൻ സാധിക്കും. 2001 സെൻസസ് പ്രകാരം നമുക്കറിയാം, ഏകദേശം നമ്മുടെ രാജ്യത്തിന്റെ 31% ആളുകൾ എന്തായിരുന്നു? മൈഗ്രന്റ് വർക്കേഴ്സ് ആയിരുന്നു. എന്നാൽ 2011 എത്തി നിൽക്കുമ്പോൾ ഇവരുടെ സംഖ്യ വളർന്ന് ഏകദേശം 38%, ഇന്ത്യൻ ജനതയുടെ 38% ആളുകൾ എന്താണ്? മൈഗ്രന്റ് വർക്കേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് ഈ മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ടാകാനുണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഇറാഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്, ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ്, ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങളുടെ പ്രത്യേകത, ലേബർ ലോസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ, ഇൻവെസ്റ്റ്മെന്റുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെയും പല ഘടകങ്ങളായിട്ട് ഈ രജിസ്ട്രേഷൻ, ഈ വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ എണ്ണത്തിൽ കൂടാനുണ്ടാകുന്ന കാരണങ്ങൾ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് ഗവൺമെന്റ് ഡേറ്റ ഓൺ മൈഗ്രേഷൻ ഫ്രം the 2011 census, India had 45.6 crore migrants in 2011. That is around 38% of the population, compared to 31.5 crore migrants in 2001, 31% of the population. 2001-ൽ 31.5 കോടി ജനങ്ങളായിരുന്നു ഈ രാജ്യത്തെ മൈഗ്രന്റ് ലേബേഴ്സ് ആയിരുന്നുവെങ്കിൽ 2011 10 വർഷത്തെ വളർച്ച എന്ന് പറയുന്നത് ഏകദേശം 45.6 കോടി ജനങ്ങളിലെയാണ്. എന്നാൽ ഇവരുടെ ഈ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ഇവർ ജീവിക്കാനുണ്ടാവുന്ന കാരണം എന്ന് പറയുന്നത്, among these migrant workers, around 93%, including most migrants in lower end job, താഴെക്കടയിലുള്ള പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന വിഭാഗം എന്ന് പറയുന്നത് ഈ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ 93% വരും. അതായത് അവരുടെ ഓൾമോസ്റ്റ് നിയറിംഗ് ടു 100% they are working in unorganized sectors. ഈ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ നിൽക്കുമ്പോൾ പലപ്പോഴും സോഷ്യൽ ഇഷ്യൂസ്, സോഷ്യൽ ബെനിഫിറ്റുകൾ ഇവരിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പലപ്പോഴും നമുക്കറിയാം, ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ they will be getting enough insurance coverage, they are getting basic salary, they are getting enough basic HRA, house rent allowances and so on. പക്ഷേ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുമ്പോൾ ആ വിഭാഗം ആളുകൾ they will have to compromise on various dimensions of life. പ്രധാനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഹാര കാര്യത്തിൽ വളരെ ലോ അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ആഹാരം കഴിക്കേണ്ടതായിട്ട് വരും. വളരെ ക്യാമ്പുകൾ പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഈ
ഈ ചെലവുകൾ ലാഭിക്കുവാൻ വേണ്ടി ജീവിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് COVID-19 എന്ന ഒരു പാൻഡമിക്കിന്റെ കടന്നുവരവ്. ഈ COVID-19 ഇഷ്യൂ പലപ്പോഴും എന്താണ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദീസ് മൈഗ്രന്റ് വർക്കേഴ്സ് കനോട്ട് ഡു ദാറ്റ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. വൈ? ബിക്കോസ് ഇവർ താമസിക്കുന്നത് പലപ്പോഴും ഈ വിഭാഗങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു മുറിയിൽ 7, 6, 8 പേരും താമസിക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോഴെന്താണ് സംഭവിക്കുക? ഇവരിൽ കൂടുതൽ അസുഖങ്ങൾ കടന്നു പിടിക്കുകയും ഇവർക്ക് മറ്റു ജോലികൾ നഷ്ടപ്പെടുകയും നഷ്ടമാവുകയും ചെയ്യും. അതിനൊപ്പം വന്നിട്ടുള്ള നാഷണൽ ലോക്ക്ഡൌൺ പ്ലസ് റീജിയണൽ ലോക്ക്ഡൌണുകൾ പലപ്പോഴും ഈ വിഭാഗം ആളുകളെ ഇവർക്ക് എന്താണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ജോലികളിൽ വ്യാപൃതരാകാൻ ഉണ്ടായിരുന്ന സാധ്യത കൂടിയാണ് ഇല്ലാതാക്കിയത്. സോ ദാറ്റ് ഈ തരത്തിലുള്ള ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ കാഴ്ചപ്പാട് വളരെയധികം ആശ്വാസദായകമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സുപ്രീം കോർട്ട് opined that these people creatively contributed for the national development. ഈ രാജ്യത്തിന്റെ വികസനത്തിന് വളരെ ശക്തമായിട്ടുള്ള, വളരെ സാധ്യമായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഈ വിഭാഗം ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് വെൽഫെയർ സ്കീംസ് ടു ദീസ് പീപ്പിൾ ഹു ആർ ലിവിംഗ് ഇൻ ദ വൾനറബിലിറ്റി. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വൾനറബിൾ ആയിട്ടുള്ള സെക്ഷൻസിന്, വൾനറബിലിറ്റി ആയിട്ടുള്ള സാധ്യതയിൽ ജീവിക്കുന്ന വിഭാഗത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. സ്റ്റേറ്റ് കാനോട്ട് step away from the responsibilities as well. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൽഫ് ഡിക്ലറേഷൻ ആണ് ഇതിനെ കുറിച്ചിട്ട് ഏറ്റവും ആദ്യത്തെ ഒരു റൂളിംഗ് എന്ന് പറയുന്നത്. അതായത് in a significant break with convention, the order declared that authorities shall not insist on an ID card and accept self declaration. ഒരു കാരണവശാലും ഇവർക്ക് വേണ്ടുന്ന ബെനിഫിറ്റുകൾ ലഭിക്കുവാൻ ഒരു സെൽഫ് ഡിക്ലറേഷൻ മാത്രം അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയെ കുറിച്ച് സുപ്രീം കോടതി ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കുന്നു. 2, യൂണിവേഴ്സലൈസ് ദ ആക്സസ് ടു വെൽഫെയർ സ്കീം. എന്താണ് ഈ വെൽഫെയർ സ്കീം എന്ന് പറയാം? നമുക്കറിയാം ഹെൽത്ത്, അതുപോലെ തന്നെ എന്താണ് ഫുഡ്, ഷെൽട്ടേഴ്സ്, ഇത്തരത്തിലുള്ള അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ വിഭാഗം സാർവത്രികമായി ലഭ്യമാക്കുക എന്നതാണ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഇവരുടെ ഫുഡിനെ ബേസ് ചെയ്തിട്ടാണ്. അതിന് കൊണ്ടുവന്നിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ നടപടികൾ ക്രമങ്ങളിൽ ഒന്നാണ് 1 നേഷൻ 1 റേഷൻ കാർഡ്. ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസാമി പേഴ്സൺ എ ഹു ഹി ലിവ്ഡ് ഇൻ അസാം, ഇദ്ദേഹത്തിന്റെ ഫാമിലി എവിടെയാണ്? 4 പേരടങ്ങുന്ന കുടുംബമാണ് ഇദ്ദേഹത്തെ ഉൾപ്പെടെ. 3 പേര് അസാമിലും ഈ ഒരാൾ കേരളത്തിലും ജോലി ചെയ്യുന്നു. ഈ വിഭാഗത്തിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന ആളിന് ഇദ്ദേഹത്തിന്റെ മാസാമാസമുള്ള റേഷനിൽ നിന്നും എന്ത് ചെയ്യാം? ഇദ്ദേഹത്തിന്റെ ഷെയർ കേരളത്തിലോ ഇന്ത്യയിൽ നിന്ന് എവിടെയുള്ള റേഷൻ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. ബാലൻസ് വിൽ ബി സർവ്ഡ് ഇൻ ദെയർ മദർ സ്റ്റേറ്റ്. ഇത്തരത്തിലുള്ള സാഹചര്യം കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള പലപ്പോഴും എന്താണ്, സ്റ്റേറ്റുകൾ പല ഡോക്യുമെന്റേഷന്റെ കാരണങ്ങളാൽ പലപ്പോഴും സ്റ്റെപ്പ് അവേ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ ഒഴിവാകാതെ ബൈ July 31st എവറി സിംഗിൾ സ്റ്റേറ്റ് ടു ഇൻക്ലൂഡ് 1 നേഷൻ ആൻഡ് 1 റേഷൻ കാർഡ്. അതിനു വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയുടെ നടപടിക്രമം അല്ലെങ്കിൽ അഡ്വൈസ് യൂണിവേഴ്സലൈസ് ദ ആക്സസ് ടു വെൽഫെയർ സ്കീം. The order also says that lack of documentation cannot be used as an excuse by the state to abdicate its responsibility, especially during pandemic. And of course, Scott opined that state is the responsible person to provide basic food necessities for the migrant workers as well, since they contributed in the development of this nation. ഈ രാജ്യത്തിന്റെ വികസനത്തിന് വളരെ ശക്തമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു വിഭാഗം ജനതയ്ക്ക് അറ്റ്ലീസ്റ്റ് 2 meals per day നൽകാനുള്ള ഒരു സാധ്യത സ്റ്റേറ്റുകൾ കണ്ടെത്തണം ഈ പാൻഡമിക്കിന്റെ കാലഘട്ടം കഴിയുന്നിടം വരെയെങ്കിലും. It inspires confidence in socialist agenda as well. The Supreme Court orders inspires a confidence in India's original socialist agenda at a time
when neoliberal policies have challenged measures to protect the dignity and rights of the weakest in the society, and industries are engaged in a nasty race to the bottom on labor standards to cut costs and stay competitive. പല കാരണങ്ങളിൽ ഇവരുടെ കോസ്റ്റ് കട്ട് എന്ന ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും പല കമ്പനികളും ഈ വിഭാഗത്തിനെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സോ ദ സ്റ്റേറ്റ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ദിസ്. ഏറ്റവും ഇവർ അനുഭവിക്കുന്ന ചില പ്രോബ്ലംസിന്റെ ഒരു വ്യാപ്തിയെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഡിലേ ഇൻ രജിസ്റ്ററിംഗ് വർക്കേഴ്സ്. നമുക്കറിയാം ഒരു നാഷണൽ ഡേറ്റാബേസ് ഉണ്ട് ഈ മൈഗ്രന്റ് ലേബേഴ്സിന്റെ, put forwarded by Ministry of Labor and Employment. ഈ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ നാഷണൽ ഡേറ്റാബേസിലേക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. രണ്ട്, issues in the labor department. There are numerous barriers within labor department, including lack of guidelines on procedures related to registration and delays in uploading data submitted in hard copy on portal, as it cannot be directly updated by others. അതായത് ലേബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇതിനു വേണ്ടിയിട്ട് നാഷണൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ലേബർ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? ഈ വിഭാഗം ആളുകളുടെ ഡേറ്റാബേസുകൾ കളക്ട് ചെയ്യും. ഈ ഡേറ്റാബേസുകൾ കളക്ട് ചെയ്യുന്നത് പലപ്പോഴും എന്തിലാണ്? അവരുടെ ഹാർഡ് കോപ്പീസിൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ഈ ഹാർഡ് കോപ്പീസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു ജോലി എങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം? നാഷണൽ ഡേറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. നാഷണൽ ഡേറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവുന്ന ഡിലേ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഈ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ലേബേഴ്സിന് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മയും ഈ ഒരു ബുദ്ധിമുട്ടുകളായിട്ട് ഈ മൈഗ്രന്റ് ലേബേഴ്സ് അനുഭവിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഇഷ്യൂ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ആണ്. Migrants experienced a variety of problems with registration, ranging from digital illiteracy, corruption, bureaucratic inefficiency, and requirement of multiple documents. ഒന്നാമത്തെ ആവശ്യം പറയുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇല്ലിറ്ററസി. നമ്മൾ ഈ ഒരു മേഖലയിൽ മാത്രമല്ല, നമ്മൾ കോവിൻ ആപ്പ് രജിസ്ട്രേഷന്റെ സമയത്തും നമ്മൾ ഈ ഡിജിറ്റൽ ഇല്ലിറ്ററസിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ഈ സാഹചര്യത്തിൽ പലപ്പോഴും എന്താണ്, ഈ ആളുകൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? യൂസേജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇത്തരത്തിലുള്ള ടെക്നിക്കലി ഉള്ള നോളജ് ഇല്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. രണ്ട്, അഴിമതി. മൂന്ന്, ബ്യൂറോക്രാറ്റിക് ഇൻഎഫിഷ്യൻസി, which we discussed here as well. Exclusion of vulnerables. Exclusion was markedly worse among the vulnerable, such as Muslims, lower caste, owing to discrimination in the society. The task set out in the Supreme Court order challenge entrenched pattern of labor recruitment and employment that have taken root in the current neoliberal context. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ പ്രോസസ് വളരെ വേഗതയിൽ നടത്തുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുക. ഫാസ്റ്റ് ഫോർവേഡ് രജിസ്ട്രേഷൻ പ്രോസസ്. വിത്തൗട്ട് രജിസ്ട്രേഷൻ none of the welfare scheme's existence can be accessed. Thus the process should be fast forwarded to register all the migrant workers. Implementation of existing laws. Workers must be registered under 3 laws that are in place to protect labor and migrant workers, namely 1979 Interstate Migrant Workmen Act, 1996 Building and Other Construction Workers Act, and 2008 Unorganized Sector Social Security Act. ഇത് ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ, നാഷണൽ ഡേറ്റാബേസ് രജിസ്ട്രേഷൻ വേഗതയിൽ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാൻ സാധിക്കുന്നത്. Earliest rollout of One Nation, One Ration Card scheme. The Ministry of Consumer Affairs, Food and Public Distribution should allocate additional food grains to the states for the disbursement of migrant workers under One Nation, One Ration Card scheme under National Food Security Act 2013. The rollout of this system requires beneficiaries to possess ration card, an Aadhaar number, and electronic point of sales in ration shop. ഇത്തരത്തിലുള്ള വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം വളരെ വേഗത്തിൽ റോൾ ഔട്ട് ചെയ്യുക. അത്തരത്തിൽ ഒരു റോൾ ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ഉറപ്പുവരുത്തണം? റേഷൻ കാർഡ് ഈ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുകയും അത് ഉറപ്പുവരുത്തുക. അതിന് വേണ്ടുന്ന അഡീഷണൽ ഫുഡ് സപ്ലൈ സംസ്ഥാനങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് എത്തിച്ചു നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. Reform Labor Department. Labor departments are seriously short of staff and capacity to carry out Supreme Court orders. Steps must be taken to bring organizational transformation in the departments.
അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് അരുണാചൽ പ്രദേശിലെ ഇന്നർ ലൈൻ പെർമിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഒരു തർക്കമാണ് ഇതിനടിസ്ഥാനമായിട്ടുള്ള മറ്റൊരു പ്രോബ്ലമായിട്ട് പറയുന്നത്. എന്താണ് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് നോക്കാം. റീസെന്റ് അതായത് ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ട്രാവൽ ഡോക്യുമെന്റ് ആക്ച്വലി issued by the concerned state government. നമുക്ക് 4 സംസ്ഥാനങ്ങളാണുള്ളത്. അതായത് 4 പ്രധാനപ്പെട്ട സംസ്ഥാനം: അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, Arunachal Pradesh, Nagaland, Mizoram were protected under Inner Line Permit ILP. എന്തുകൊണ്ടാണ് ഈ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടാവുന്നതിന്റെ കാരണം എന്താണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ആൻഡ് മിസോറാം ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഇന്നർ ലൈൻ പെർമിറ്റ്. ആദ്യം നമ്മൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, പിന്നെയുള്ള ഒരു സംസ്ഥാനം കൂടിയുണ്ട് മണിപ്പൂർ. ഇത്തരത്തിൽ 4 സംസ്ഥാനങ്ങളിലാണ് ഈ ഇന്നർ ലൈൻ പെർമിറ്റുകൾ നിലവിൽ നിൽക്കുന്നത്. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം ആൻഡ് മണിപ്പൂർ. എന്നാൽ അരുണാചൽ പ്രദേശ് വീണ്ടും ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുവച്ചു. എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു അരുണാചൽ പ്രദേശിലേക്ക് വരുന്ന ടെമ്പററി ജോലിക്കാർക്ക് അല്ലെങ്കിൽ ടെമ്പററി എൻട്രി പെർമിറ്റുകൾ നൽകുമ്പോൾ അതിൽ ഒരു മാർഗനിർദ്ദേശമായിട്ട് കോവിഡ് വാക്സിനേഷൻ ഒരു മാൻഡേറ്ററി ആക്കി വെച്ചു. ഒന്നുകൂടെ പറയാം. അതായത് അരുണാചൽ പ്രദേശ് ഗവൺമെന്റ് ഇന്നർ ലൈൻ പെർമിറ്റുകൾ നൽകുന്നതിന് മുൻപ് അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് കോവിഡ് വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമാണ് ഇന്നർ ലൈൻ പെർമിറ്റ് നൽകുകയുള്ളൂ എന്ന ഒരു സാധ്യത മുന്നോട്ട് വെച്ചു. എന്നാൽ ഇതിനെതിരെയുള്ള ഒരു ഹൈക്കോടതി, ഇറ്റാനഗർ ഹൈക്കോടതിയുടെ ആക്ടാണ് അല്ലെങ്കിൽ തീരുമാനമാണ് നമ്മളുടെ മുൻപിൽ നിൽക്കുന്നത്. Arunachal Pradesh had recently issued a notification allowing temporary entry permit for development work in public and private sector only to those vaccinated against COVID-19. ഈ COVID-19ലേക്ക് അല്ലെങ്കിൽ COVID-19 വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമാണ് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പെർമിറ്റ് നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന നോട്ടിഫിക്കേഷൻ ആര് കൊണ്ടുവന്നു? അരുണാചൽ പ്രദേശ് കൊണ്ടുവന്നു. ഇതുവരെ ഈ ഇന്നർ ലൈൻ പെർമിറ്റുകൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം ആൻഡ് മണിപ്പൂർ. എന്നാൽ ഈ ബാക്കി 3 സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ആണ് അരുണാചൽ പ്രദേശ് കൊണ്ടുവന്നത്. എന്തായിരുന്നു? വാക്സിനേഷൻ വേണമെന്നുള്ള ആവശ്യം. This provision the government claimed was to check the spread of the pandemic in the state amid in the rising cases of COVID-19. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങളിൽ കോവിഡ് വീണ്ടും പടർന്നു പിടിക്കുന്നതിൽ നിന്നും സംസ്ഥാനത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അരുണാചൽ ഗവൺമെന്റ് ഈ ഒരു സാഹചര്യം കൊണ്ടുവന്നത് എന്നതാണ് ഗവൺമെന്റിന്റെ ഭാഷ്യം. Inner line permit എന്ന് പറഞ്ഞാൽ that is an official travel document issued by the concerned state government to allow the inward travel of an Indian citizen to a protected area for a limited period. It is obligatory for Indian citizens from outside those states to obtain permit for entering into protected state. പ്രൊട്ടക്റ്റഡ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ റീജിയനിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പൗരന്മാർ തന്നെ നേടിയെടുക്കേണ്ട ഒരു ടെമ്പററി പെർമിറ്റ് ആണ് ILP അല്ലെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നത്. Arunachal Pradesh, Nagaland and Mizoram are protected by inner line permit and lately Manipur was added. നമുക്കറിയാം അരുണാചൽ പ്രദേശ് ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മിസോറാം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മണിപ്പൂരും ഉണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. The concept originates from Bengal Eastern Frontier Regulation Act BEFR 1873. The document is an effort by government to regulate movement to certain areas located near international border of India. ഇതിന് ഹൈക്കോടതിയിൽ കാരണങ്ങൾ എത്തി. ഹൈക്കോടതി പറഞ്ഞു 3 മൗലികമായ അവകാശങ്ങളെ ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, 1 ക്ലോസ് D, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 as well. 3 മൗലികമായ അവകാശങ്ങളെ. ആർട്ടിക്കിൾ 14 equality before law and equal protection of law. അതായത് state shall not deny any person equality before the law as per article 14 or the equal protection of the law within the territory of India. ഈ രാജ്യത്തിനകത്ത് ഒരു വ്യക്തിയെയും എന്ത് ചെയ്യാൻ പാടില്ല? നിയമത്തിന് മുൻപിൽ വേർതിരിച്ച് കാണാൻ
പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള it prohibits discrimination on the basis of on the grounds of religion, race, caste, sex or place of birth, and the basic structure is or basic fundamentally is equality among citizens. Article 19 clause 1 clause D പറയുന്നു every individual, every single citizen of this country have the liberty to move across the territory of India. ഇന്ത്യയിലെ പല റീജിയനിലേക്ക് കടന്നു പോകുവാനുള്ള അവകാശം ഈ വിഭാഗം ആളുകൾക്കുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 21 it is the state should not deprive the fundamental right enshrined in article 21, that is right to life and personal liberty. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് COVID-19 ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ ഇതിനകത്ത് ഇതിന്റെ ഈ ഒരു 3 സാഹചര്യം പറഞ്ഞതിനൊപ്പം തന്നെ ഹൈക്കോടതി മുന്നോട്ട് വെച്ച ഒരു പോയിന്റ് ആയിരുന്നു. അതായത് there is no evidence available in the public domain that COVID-19 vaccinated person cannot be infected. അതായത് COVID-19 വാക്സിനേഷൻ എടുത്തിട്ടുള്ള ആളുകളിൽ എന്ത് ചെയ്യാൻ ഈ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല എന്ന ഒരു എവിഡൻസും ഇല്ല. ഇവർ ഇൻഫെക്റ്റഡ് ആയേക്കാം, ഇവർ കാരിയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇവരൊരു സ്പ്രെഡേഴ്സ് ആയി മാറാനൊക്കെ ഉള്ള സാഹചര്യം നിലനിൽക്കുകയും കോവിഡ് വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമാണ് ഇന്നർ ലൈൻ പെർമിറ്റ് നൽകുന്നു എന്നത് ഇറ്റ് വാസ് സച്ച് എ ഇറാഷണൽ മൂവ്, സോ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സ്റ്റാൻഡ്. സോ ഇതിനെ ഒരു പ്രിവെൻഷൻ ആയ നിലയിൽ സുപ്രീം ഹൈക്കോടതി അരുണാചൽ പ്രദേശിന്റെ ഇന്നർ ലൈൻ പെർമിറ്റിനെ സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്തത്, which of the given statement best describes the kafala system? എന്താണ് ഈ കഫാല സിസ്റ്റം എന്ന് നോക്കാം. A system for monitoring the migrant laborers followed in Gulf Cooperation Council countries, GCC nations. An informal and illegal method of transferring money without any physical money actually moving. The common systematic law on the administrative procedure adopted by government of Kyrgyzstan, Turkmenistan and Uzbekistan. Sharia compliant interest free banking system. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നോക്കാം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കഫാല സിസ്റ്റം is a system used to monitor migrant laborers working primarily in the construction and domestic sectors in Gulf Cooperation Council member states and a few neighboring countries, namely Bahrain, Kuwait, Lebanon, Qatar, Oman, Saudi Arabia and United Arab Emirates. The system requires all unskilled laborers to have an in-country sponsor, usually their employer, who is responsible for their visa and legal status. ഇത് പലപ്പോഴും എന്താണ് ഈ മൈഗ്രന്റ് ലേബറേഴ്സിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതയായിട്ടാണ് കഫാല സിസ്റ്റം നിർത്തിയിരിക്കുന്നത്. Which of the given statement with respect to Nehru-Liaquat Pact is or are correct? Option statement number 1. It was a bilateral agreement signed between India and Pakistan in 1950. Its aim was to resolve the issue of protection of minorities. It did not recognize forced conversion in the respective countries. It also known as Lahore Declaration. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ഉത്തരം. ഓപ്ഷൻ 1 ഓപ്ഷൻ 3യുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ 1, 2 and 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഇവിടെ നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും എന്താണ് പാകിസ്ഥാനിൽ മൈനോറിറ്റിക്കെതിരെയുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ മൈനോറിറ്റിക്കെതിരെയുള്ള ഒരു ശക്തമായിട്ടുള്ള നടപടികൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൺവേർഷനിലേക്ക് പോവുകയും അല്ലെങ്കിൽ ബ്ലാസ്ഫമി ആക്ടുകൾ കൊണ്ട് അവർക്ക് വധശിക്ഷ വരെ വിധിക്കുന്ന ഒരു സാധ്യത കാണാറുണ്ട്. അപ്പൊ ആ ഒരു സാധ്യതയിൽ ഇന്ന് നെഹ്റു-ലിയാഖത്ത് പാക്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ് nowadays. എന്താണെന്ന് നോക്കാം. നെഹ്റു-ലിയാഖത്ത് പാക്ട് or Delhi Pact was a bilateral agreement signed between India and Pakistan in 1950 to resolve the protection of minorities in the backdrop of communal violence during partition. It did not recognize forced conversion in the respective countries. It is also known as Delhi Pact, allada Lahore Pact എന്നല്ല. The unique alder-based jhum cultivation is practiced in which of these states? Option B, നാഗാലാൻഡിലാണ് ഈ തരത്തിലുള്ള ജും കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. Angami tribe from village Konoma of Kohima district, Nagaland, devised alder-based
jum cultivation which is sustainable and eco-friendly. Alder-based jum cultivation is unique to Nagaland. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓർക്കുക. അതുപോലെ ഈ ആംഗമി ട്രൈബ് ഉൾപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് നാഗാലാൻഡ് ആണ്. നമ്മൾ ഇന്നലെ കാപ്പ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാപ്പു കമ്മ്യൂണിറ്റി ഏത് സംസ്ഥാനത്തിനായിരുന്നു? ആന്ധ്രാപ്രദേശ്, തെലങ്കാന റീജിയനിൽ നിന്നുള്ള വിഭാഗമാണ് കാപ്പു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റീസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ. കൃത്യമായിട്ട് വാർത്തകൾ വായിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.